ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നങ്ങനെ പട്ടായയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് പട്ടായയിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വെളുപ്പിനെത്തിയതാണ്. റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിപ്പം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പം ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് ഒരു നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് 1-2 ഉണ്ട്. അപ്പോൾ അതിലെ കുറച്ച് നല്ല ഹോട്ടൽ നോക്കി ഞങ്ങളിപ്പം കയറിയിരിക്കുകയാണ്. കോഹിനൂർ റെസ്റ്റോറൻറ്റ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ ബോത്ത് നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ഡേ ഞങ്ങൾ പോകാൻ പോകുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് അല്ലേ, സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ അമ്പലത്തിലാണ്. അപ്പോൾ ആ അമ്പലം വെച്ചാൽ അതൊരു കാസിൽ പോലെ ഇരിക്കുന്നതാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഇനി പുറകെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. അപ്പോൾ ബാക്കി വിശേഷം ഇനി അവിടെ ചെന്നിട്ട്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ QR കാണിച്ചു. അതിനുശേഷം അവർ നമുക്കൊരു റിസ് ബാൻഡും ടിക്കറ്റും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് അവേ ഒരു ഗൈഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ ടൈം സ്ലോട്ട് ഉണ്ട് ഗൈഡിനൊക്കെ. അപ്പോൾ ആ ടൈം സ്ലോട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് 3:10 എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് എൻട്രൻസ് വഴി ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 66 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കി സൂക്ഷിച്ച് ഇറങ്ങണം. 66 സ്റ്റെപ്പും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കാണാമെന്ന് പറയുമ്പോൾ 66 സ്റ്റെപ്പൊന്നും ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവരെങ്ങനെയാണ് ആ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം. വളരെ ആർട്ടിസ്റ്റിക്കായിട്ടാണ് ഈ ഒരു ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ആ പുറകിലുള്ള ഹാർഡ് വർക്കും ആ ഒരു ഡെഡിക്കേഷനുമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് അല്ലേ. ഇതിലെ ഓരോ സ്കൾപ്ചേഴ്സും സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്കില്ല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയിരിക്കുന്നത്. ആക്ച്വലി ഇതെല്ലാം ഉണ്ടല്ലോ ഫുള്ള് ഈ കാസിൽ അല്ലെങ്കിൽ ഈ മ്യൂസിയം മൊത്തം തടി കൊണ്ടുണ്ടാക്കിയതാണ്. തേക്കിൻ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നോക്കൂ, എല്ലാം ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴും ഡീറ്റെയിൽസ് നോക്കുമ്പോഴും വളരെ ഭംഗിയായിട്ടാണ് ഫുള്ള് ഈ എൻറ്റയർ മ്യൂസിയം അവർ പണിതിരിക്കുന്നത്. മാത്രമല്ല ഇത് 1981 ശരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റിൽ അത് ഗോയിങ് ഓൺ, അതായത് കണ്ടിന്യൂ ചെയ്യുവാണ് വർക്ക്. ഇതുവരെ അതിൻ്റെ തീർന്നിട്ടില്ല. അവിടെ ഒരു സൈഡിൽ ഗൈഡ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ഡീറ്റെയിൽസും അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അവരെ ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി അങ്ങനെ അറിയണമെങ്കിൽ അറിയാം. പക്ഷേ ഇതുണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് നമുക്ക് ശരിക്കും ഒത്തിരി കാണാനുള്ള ഒരു മ്യൂസിയം കൂടിയാണിത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്കെന്തോ ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മ്യൂസിയം കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് വുഡ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ തീം എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസത്തിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷനാണെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോഴും ഇവിടുത്തെ പണി തീർന്നിട്ടില്ല. ഇങ്ങനെ സ്റ്റിൽ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ അതിൽ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാമോ, ഇടയ്ക്കായിട്ട് കോർണറിൽ അത് ലിഫ്റ്റാണ് കേട്ടോ. നമ്മളിതിൻ്റെ അകത്തോട്ട് ഇപ്പം പോകുവാണ്. അകത്തും എനിക്ക് തോന്നുന്നു അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് കണ്ടോ, പണി തീർന്നിട്ടില്ല. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പില്ലറൊക്കെ നോക്ക്. วันนี้โอไปหาหมอไปตรวจสุขภาพการตรวจสุขภาพเนี่ยเราจะต้องผ่านทันที
ഇത് കണ്ടോ, ഓരോ എത്ര നമുക്ക് എണ്ണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ, അത്രമാത്രം കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. സി നോക്കൂ, ഗോഡ് ഓഫ് ഫയർ. ഓ കൊള്ളാം, കൊത്തുപണി ശ്രദ്ധിക്കണേ, വളരെ മനോഹരം. എനിക്കിതിനെ പറയാനായിട്ട് വാക്കുകളൊന്നും കിട്ടുന്നില്ല കേട്ടോ, അതാ ഞാനിങ്ങനെ എന്ത് പറയണമെന്ന് അറിയാണ്ടിരിക്കുന്നത്. ഇത് ഗോഡ് ഓഫ് വാട്ടർ. പിന്നെ ദേ അതിലും സൂപ്പറായിട്ടുള്ള കാഴ്ച കാണണോ നിങ്ങൾക്ക്? ഇതിന് പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഈ ബീച്ചാണ് കാണാൻ പറ്റുന്നത്. എൻ്റെ സറൗണ്ടിങ്സ് ബീച്ചാണ് കേട്ടോ. ഇവിടുത്തെ ഈ ഓരോ സ്കൾപ്ചേഴ്സിനും ഓരോ കഥകൾ പറയാനുണ്ടാവും. നമുക്ക് ഇപ്പോൾ ഓരോ നോക്കാനായിട്ട് ടൈമില്ല, പക്ഷേ എന്തോ വളരെ സന്തോഷം, മനസ്സിനൊരു സന്തോഷം തോന്നും. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു വലിയൊരു തായ്ലാൻഡിൽ പട്ടായയിൽ വരുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു മ്യൂസിയം നിങ്ങൾ മിസ് ചെയ്യാതെ വരാനായിട്ട് ശ്രമിക്കണം. മനോഹരമായ ഒരു കാഴ്ച നമുക്ക് എവിടെയും ലോകത്ത് കാണാൻ കിട്ടത്തില്ല എന്നുള്ളത് 100% ഷുവറാണ്. ഓരോ ആർട്ടിസൻസിൻ്റെയും ഹാർഡ് വർക്ക്, അവരുടെ സ്കിൽ, അവരുടെ ഡെഡിക്കേഷൻ, അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു അടിപൊളി സെഞ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ മ്യൂസിയം നിങ്ങൾ പട്ടായയിൽ വരുമ്പോഴത്തേക്കും മിസ് ചെയ്യാൻ പാടില്ല. വളരെ മനോഹരമാണ്, അടിപൊളി വൈബുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അൻടിൽ ദെൻ ബൈ.